മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത പാതയിൽ ഏറിടും ഭാരത്തിൽ ഭീതനാകില്ല ഞാൻ ധൈര്യമാ. നാഥനാമേശുവേ നോക്കി ഞാൻ പോയിടും ആനന്ദ ഗാനങ്ങൾ പാടി ഞാൻ. ഇന്ന് മലാക്കി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 8-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാലും. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. അവിടെ മലാഖി മുഖാന്തരം ദൈവം ലേവിയെക്കുറിച്ച് നമ്മളോട് വ്യക്തമായിട്ട് അവരെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെയും ആക്കി വെച്ചതിൻ്റെയും ഉദ്ദേശത്തെക്കുറിച്ചും വ്യക്തമായിട്ടും നമ്മോട് പറഞ്ഞു തരികയാണ്. അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പരിജ്ഞാനമുള്ളവനായി മറ്റുള്ളവരെ പഠിപ്പിച്ച് മിടുക്കരാക്കി ദൈവവഴിയിൽ നടത്തിക്കൊണ്ടുപോരുന്ന ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയും അക്കാര്യം അവരോട് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ ജനം വാസ്തവത്തിൽ അതെല്ലാം വിട്ടുമാറി ദൈവത്തിൽ നിന്ന് അകന്നുപോയത് ദൈവത്തിന് ഏറെ സങ്കടമായിട്ട് ഇരിക്കുന്നു. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരും പഠിപ്പിക്കുന്നവരുമായി അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടിരിക്കണം എന്നുള്ളതാണ്. ലേവ്യ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ അഹ്രോനോട് അരുളി ചെയ്ത് നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറ എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിന് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ. അപ്പോൾ മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ അവർ ഉപദേശിക്കേണ്ടതിനായിട്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് അവരെങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്, അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാമത്തെ ഭാഗം നാം ചിന്തിക്കുന്ന ഭാഗത്തോട് ചേർത്ത് പറയുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഉപദേശിക്കുന്നവരായിരിക്കണം. അവർ ഉപദേശിക്കുന്നവരായി നന്നായി ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം അവരെ ആക്കി വെച്ച ഉദ്ദേശത്തിൻ്റെ പൂർത്തിയിലേക്ക് അവർ എത്തുകയുള്ളൂ. എന്നാൽ അവരെ സംബന്ധിച്ച് വാസ്തവത്തിൽ അവർ അത്രത്തോളം ആ നിലകളിൽ വിശ്വസ്തത കാണിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പിന്നെയും ഇത് ആവർത്തിച്ച് പറയുകയാണ്. അവിടെ 9 മുതൽ ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് 10-ാം വാക്യം. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും.
അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. ഇപ്പം രണ്ട് കാര്യങ്ങൾ ലേവിയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ ആദ്യം പറയുന്നത് ഇസ്രായേലിന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുക്കുന്നവരായിരിക്കും എന്നാ. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. 1 താൻ പരിശോധിച്ചു, 2 താനതനുസരിച്ചു, 3 താൻ ഉപദേശിച്ചു. എസ്രയെക്കുറിച്ച് പറയുക എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമായത്. ഇപ്പം ദൈവം പുരോഹിതന്മാരെ ആക്കി വച്ചിരിക്കുന്നത് അവർ യാഗപീഠത്തിന്മേൽ ശുശ്രൂഷയുണ്ട്, ശരി തന്നെയാണ്. വിശുദ്ധ മന്ദിരത്തിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എന്നാൽ അവർ മലാഖിയിൽ പറഞ്ഞതുപോലെ ഉപദേശം പഠിക്കുകയും അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അത് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? നാം ന്യായപ്രമാണം പഠിക്കുകയും അതനുഷ്ഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ ഒന്നാമത് നാം പഠിക്കുന്നവരായിരിക്കണം. ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നാം എന്ത് പഠിച്ചു ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കി, അതിന് നാം എത്ര വില കൽപ്പിച്ചു, ഏതെല്ലാം കാര്യങ്ങളിലാണ് നാം തോറ്റുപോയത്, അല്ലെങ്കിൽ വീണുപോയത്, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയത്, ചെയ്യാതെ പോയത്, ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇതെല്ലാം കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എൻ്റെയും താങ്കളുടെയും ജീവിതത്തെ കൃത്യമായിട്ട് തൂക്കി നോക്കി കൃത്യമായി കണ്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ പുറമേ പറയണ്ട, നാം ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചില്ല, അതിന് ഉത്സാഹം കാണിച്ചില്ല. ലേവിയെപ്പോലെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഒടുവിൽ മലാഖിയിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ എൻ്റെയും ജീവിതത്തിൽ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞാനത് സമ്മതിക്കുന്നു. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് നിശ്ചയമായിട്ടും നമ്മെ സഹായിക്കും എന്നുള്ളതിന് 2 സംശയമില്ല. 2, കർത്താവ് ഇത് പഠിക്കുവാൻ, പിന്നെ അതെൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ, ചെയ്യുവാൻ, കേവലം പഠിച്ച് ബുദ്ധിയിൽ തലയിൽ വയ്ക്കുക എന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ. അറിവ് ചീർപ്പിക്കുന്നു എന്നാണ്, ചീർത്തിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ നാം ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം, ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ 3, നാം മാത്രം അനുഗ്രഹിക്കപ്പെട്ട പോരാ, പിന്നെയോ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്ഥലം സഭയിൽ, സമൂഹത്തിൽ നാം ഇത് പഠിപ്പിക്കുന്നവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. എസ്രയെക്കുറിച്ച് അത് വളരെ വ്യക്തമായിട്ട് എസ്രാ ശാസ്ത്രി, എസ്രാ പുരോഹിതൻ അത് കൃത്യമായിട്ട് ചെയ്തു. താൻ അതിന് മനസ്സ് വെച്ചു. നമ്മൾ ഈ വർഷം ഒന്ന് മനസ്സ് വയ്ക്കുമോ? ഞാനും താങ്കളും മനസ്സ് വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് അത് കാരണമായിട്ട് തീരും. ഇവിടെ വായിക്കുന്നത് അവരോട് ചോദിച്ച് പഠിക്കേണ്ടതല്ലോ, അവനോട് ചോദിച്ച് പഠിക്കേണ്ടതല്ലോ. ഞാൻ 8-ാം വാക്യത്തിലേക്ക് വരാം. എന്നാൽ ഇതൊന്നുകൂടി പറഞ്ഞിട്ട്, പ്രിയമുള്ളവരെ, ചോദിച്ച് പഠിക്കണം. നമുക്ക് പഠിക്കാൻ ഉള്ള മനസ്സിനേക്കാൾ പഠിപ്പിക്കാനുള്ള മനസ്സാണ് ഈ നാളുകളിൽ കൂടുതൽ. ഉപദേഷ്ടാക്കന്മാർ പെരുകി വരികയാണ്. ഞാനുൾപ്പെടെ ഇപ്പോൾ പഠിപ്പിക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, പഠിക്കാൻ മനസ്സുണ്ടോ? മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ലേവിയോട് ഉപദേശം ചോദിച്ചു പഠിക്കണം, ചോദിച്ചു പഠിക്കണം. അപ്പോൾ ഒരു ലേവിയെ കാണുമ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന്
എനിക്ക് പഠിക്കാനുണ്ടെന്ന് മറ്റുള്ളവർക്കും മനസ്സിലാകണം. അതും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ വന്ന് ചോദിച്ച് പഠിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മാവിടെ ചേർത്ത് വെച്ച് പറയുക. വേഗത്തിൽ വന്നിടും പ്രിയനാമേശുവേ, വേഗത്തിൽ കാണും ഞാൻ തേജസ്സിൽ. മൃത്യുവും ദുഃഖവും നിന്നയും തീർന്നു, നിത്യമായി വാഴും തൻ കൂടെ ഞാൻ. ദൈവത്തിൻ പൈതൽ ഞാൻ, യേശുവിൻ കൂടെ ഞാൻ, മേവുന്നു മന്നിതിൽ മോദമാ. ജീവിതം ധന്യമായി, സങ്കടം തീർന്നു പോയി, ഈ വിധം എന്നും ഞാൻ ഭാഗ്യവാൻ.